ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് നമ്മൾ പുതുതായി നിർമ്മിക്കുന്ന ഭവനത്തിൻ്റെ കല്ലടിയിൽ ചടങ്ങുമായിട്ടാണ്. സകലവും വരവേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ. ഈ അടിസ്ഥാനശില പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതും തീരുമാറാകട്ടെ. താമസിക്കടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപദേശിക്കുന്നതും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശം ദുർബലം അവൻ നൽകുന്ന പ്രതിഫലവും തന്നെ. നീരന്റെ കയ്യിലെ അസ്ത്രങ്ങളിലെ മക്കൾ അവയെ കൊണ്ട് തന്റെ ആവനായി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യമാണ്. ഭാഗ്യവാൻ എന്റെ കൈകളുടെ അധ്വാനഫലം നീ ഭാഗ്യവാൻ. നിനക്ക് നന്മവരും എന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയിൽ ചുറ്റുപോലും തൈകൾ പോലെയും ഇരിക്കും. ായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേൽ മേൽ സമാധാനം ഉണ്ടാകട്ടെ. ദൈവമേ, സ്തുതിനൊക്കെ യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമാതിരിക്കുകയും ചെയ്തതുകൊണ്ട് എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ടിയതുകൊണ്ടെല്ലാം ഇന്നവനോട് തുല്യനെന്ന് കാണിച്ചു തരാം. അവയെക്കുറിച്ച് പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിയുന്ന മനുഷ്യരോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് അതൊക്കെ വീടിനോട് അടിച്ചു വന്നാൽ നല്ലവണ്ണം പണിയാതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിലൂടെയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അടിസ്ഥാനക്കല്ല് സ്ഥാപിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ഈ പ്രഭാതത്തിൽ വരുന്നു. ഈ ഭവനത്തിന് അടിസ്ഥാനക്കല്ല് സ്ഥാപിക്കുവാൻ തക്കവണ്ണമായിട്ട് നന്ദിയോട് സ്തോത്രം. ദൈവമായ കർത്താവേ, നിന്റെ മക്കളുടെ ആവശ്യങ്ങളെ നീ അറിഞ്ഞ് അവർക്കൊരു അനുഗ്രഹീതമായ ഭവനം നിർമ്മിക്കാൻ തക്കുള്ള എല്ലാ സാഹചര്യങ്ങളും നീ നോക്കുമ്പോൾ കർത്താവെ അത് ഏറെ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുടക്കം കൂടാതെ ഈ ഭവനത്തിൻ്റെ പണികളിൽ കർത്താവെ നടക്കുവാൻ തക്കവണ്ണം അതിലെല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ അത് പൂർത്തീകരിച്ച് അതിൽ വസിപ്പാൻ തക്കവണ്ണം നീ എല്ലാവർക്കും അവസരം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നന്മകളും എല്ലാവരുടെ മേലും വർഷിക്കണമേ. ഇതിൽ പണി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഈ കല്ല് സ്ഥാപിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആപത്തുകൾ, അനർത്ഥങ്ങൾ, പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ കൊണ്ട് എല്ലാവരെയും നീ കാത്തുകൊള്ളണമേ. കർത്താവ് നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. റോബിനെയും കുടുംബത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്കും നന്മയ്ക്കും കർത്താവെ ഇത് കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരെയും നീ അനുഗ്രഹിച്ച് കൃപയിൽ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണം. കർത്താവെ, ഈ ഭവനത്തിൻ്റെ എല്ലാ പണികളിലും കർത്താവെ അതിൽ വിവിധങ്ങളായ നിലകളിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നീ കാക്കുകയും പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ഇതോടെ കർത്താവിന്റെ പ്രാർത്ഥനയെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യങ്ങളെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ കടക്കാരുടെ ക്ഷമിക്കുന്ന പോലെ കടങ്ങളുടെ ദോഷങ്ങൾ ഞങ്ങളെ പരീക്ഷയിലെ പ്രവേശിപ്പിക്കാതെ ദോഷങ്ങളെ രക്ഷിക്കുന്നു. രാജ്യശക്തിയും പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധ റൂഹായുമായ ദൈവം എൻ്റെ കൃപയും അനുഗ്രഹവും തന്നിൽ ആശ്രയിച്ചുകൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഈ ഭവനത്തിൻ്റെ പണികളുമേൽ എൻ്റെ കൈകൊണ്ട് ശുദ്ധീകരിച്ച് ഐശ്വര്യപ്പെടുത്തുമാറാകട്ടെ. എല്ലാ കൃപകളും
തൻ്റെ മക്കൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ.